BCK ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇതൊരു വെറൈറ്റി കപ്പയാണ്. ഈ കപ്പ നല്ല പൊക്കമാണ്. ഈ കപ്പയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടുന്ന കപ്പ പോലെയല്ല. 6 മാസ കപ്പ അല്ല 12 മാസം കൊണ്ടൊക്കെ പല രീതിയിലുള്ള വെറൈറ്റി കപ്പകളുണ്ടല്ലോ, രാമൻ കപ്പ എന്നൊക്കെ പറയുന്നത്. ഇത് എൻ്റെ പെങ്ങടെ കിട്ടിയ എൻ്റെ അളിയൻ കൊണ്ടുവന്ന് അളിയന് വേറെ ഒരാൾ കൊടുത്തു വിട്ടതാണ്. ഓസ്ട്രേലിയൻ കപ്പ എന്നാണ് അളിയൻ എന്നോട് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പത്തണ്ടിന് നല്ല വെള്ള കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടുകൾ വലിയൊരു ഗ്യാപ്പില്ലാതെ അടുത്തടുത്താണ് ഇതിൻ്റെ മുട്ടുകൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കപ്പ എന്ന് പറഞ്ഞാൽ കപ്പക്കിഴങ്ങിനും നല്ല വെള്ള കളറാണ്. ഇത് ഞാനിപ്പോൾ പറിച്ചതാണ്. 3-4 ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മൊത്തം ഉണ്ടായിരുന്നത് 4 കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം എലി കടിച്ചു. അവർ വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇത് എലി കടിക്കുകയില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാലും എലി ഒരു കിഴങ്ങ് കടിച്ചു. അതുകൊണ്ട് ഞാനിത് ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു അടത്തി 2 എടുത്തതാണ്. ഇച്ചിരി വിളവാകാനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഞങ്ങളിപ്പോൾ ഒരെണ്ണം അത് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ളതാണ് സാധനം. ഇത് നമുക്കിതൊന്ന് റെഡിയാക്കി കാണിക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കപ്പ സാധാരണ പൊളിക്കുന്നവരെ ഒന്ന് പൊളിച്ച് നോക്കിയതാണ്. കുറച്ചുകൂടെ മൂപ്പാകാനുണ്ട്, എന്നാലും നല്ല ടേസ്റ്റുണ്ട്. ഇത് വെള്ള തൊലിയാണ് ഇതിൻ്റെ. ഒരു കയ്പൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഞാൻ നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഈ കപ്പയ്ക്ക് ആഫ്രിക്കൻ കപ്പ എന്നൊക്കെ പറയുന്ന ഒരു പേരിൽ ഞാൻ അറിഞ്ഞായിരുന്നു. ഈ കപ്പ എന്താണെന്നുള്ളത് അറിയാവുന്നവരെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് ഇതിൻ്റെ തണ്ട് നട്ടൊന്ന് കൂടുതൽ വ്യാപിപ്പിക്കാൻ നോക്കാം. ഒരു വെറൈറ്റി കപ്പയാണ്. ഒരു 3-4 മൂടേ എനിക്ക് നിലവിലുള്ളൂ. ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.